ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് റമദാൻ 15 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ചെറിയൊരു നോമ്പുത്തരാണ് കേട്ടോ. താത്താനും അളിയനെയും വിളിക്കുന്നുണ്ട്. കുറച്ച് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിൽ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിരുന്നു, മുന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ നോമ്പുത്തറൊക്കെ ലേറ്റ് ആയത്. അപ്പോൾ ഇന്ന് നമ്മൾ താത്താനും അളിയനെയും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ ഞങ്ങളെ ഫാമിലി മാത്രം, അതായത് ഞങ്ങൾ എല്ലാവരും കൂടെ ഇതേപോലെ ഒരുമിച്ചിട്ടുള്ള ഒരു നോമ്പുത്തറ കുറേ കാലത്തിന് ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ. എന്നിട്ട് കളിയനോ അല്ലെങ്കിൽ ഇത്താത്ത അല്ലെങ്കിൽ അമ്മച്ചിതാനോ ആരെങ്കിലൊക്കെ ആയിട്ട് ഗൾഫിലായിരിക്കും. പക്ഷെ ഇന്ന് എല്ലാവരും നമ്മൾ ഇപ്രാവശ്യം നോമ്പിന് എല്ലാവരും നാട്ടിലുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിട്ടുള്ള ആദ്യത്തെ നോമ്പുത്തോറാണ് ഇങ്ങനെ. അൽഹംദുലില്ലാ നല്ല അടിപൊളി തന്നെയാണ്. നമ്മൾ വീഡിയോസൊക്കെ മുന്നിൽ കണ്ടിട്ട് വരാം. അങ്ങനെ നമ്മൾ നേരെ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ നമ്മൾ ഏകദേശം ബിരിയാണിക്കുള്ള എല്ലാ ഐറ്റംസും ഇവിടെ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ തക്കാളി നല്ല റൗണ്ടിൽ തന്നെ ചെറുതാക്കി നൈസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ വലിയ ഉള്ളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സമൂസയ്ക്കുള്ളതെല്ലാം കൂടി ഒരുമിച്ചാണ് നമ്മൾ അരിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേ പച്ചമുളക് നടുപൊളിച്ച് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നേരെ നമ്മൾ ലഗോൺ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊന്ന് ചിക്കൻ ഒന്ന് കുക്കറിലിട്ട് വേവിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് വേവിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നാത്തൂൻ്റെ സ്പെഷ്യൽ ബിരിയാണി കേട്ടോ ഒന്ന് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ നാത്തൂൻ വരുമ്പോഴത്തേക്കും നമ്മൾ ഏകദേശം എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെച്ചെടുത്തതായിരുന്നു. പിന്നെ അതേ നമ്മുടെ സമൂസയ്ക്കുള്ള മസാല ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഒരു 4 മണിയൊക്കെ ആയിക്കണം കേട്ടോ കിച്ചണിലോട്ട് കയറുന്ന ടൈമിൽ, അതായത് പണിക്ക് കയറുന്ന ടൈമിൽ. പിന്നെ ഇത് നമ്മുടെ സാലഡിലേക്കുള്ള ഉള്ളിയുണ്ട്. പിന്നെ നമ്മുടെ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പരിപ്പോടെയൊക്കെയാട്ടോ ഇട്ടത്. ഇതുകൊണ്ട് പരിപ്പോടെ ഉണ്ടാക്കിയ നല്ല അടിപൊളിയാണ്. ഞങ്ങളിത് 3ാം തവണ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതുകൊണ്ട് പരിപ്പ് വട നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പരിപ്പ് അതായത് നമ്മുടെ ഗ്രീൻ പീസ് ഒന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് വലിയുള്ളിയൊക്കെ അരിഞ്ഞിട്ടതിന് ശേഷം ഇതേ നമ്മുടെ പരിപ്പോടെ ഷേപ്പിലാക്കിയിട്ടൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വെക്കാം. കാരണം ഇനി നമുക്ക് സമൂസ എന്ത് ചെയ്യണം, ലീഫിലേക്ക് മടക്കി വെക്കണം. സമൂസേൻ്റെ ഷേപ്പാക്കി വെക്കണ്ടേ. പിന്നെ ഇത് നമ്മുടെ ബിരിയാണിക്കുള്ള ചെമ്പൊക്കെ വെച്ച് ഉള്ളിയൊക്കെ വാട്ടി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതാ അടുത്ത പരിപാടി എന്നുള്ളത് നമ്മുടെ സമൂസ റെഡിയാക്കലാണ്. അപ്പോൾ അതിലേക്ക് നമ്മുടെ മസാല ഇത് നിറച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് ഈ സമൂസ ഫില്ല് ചെയ്യൽ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു പരിപാടിയാണത്. അപ്പോൾ അത് ഞാൻ ചെയ്ത് നമ്മുടെ സമൂസയുടെ ഷേപ്പിലേക്ക് ആക്കുന്നുണ്ട്. നമ്മൾ ഇപ്രാവശ്യം നോമ്പുതുറയ്ക്ക് 2 ഐറ്റം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഒരുപാടൊന്നുമില്ല. കാരണം ഒന്നാമത് വേറെ ആൾക്കാരൊന്നുമില്ല, നമ്മുടെ ഫാമിലി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. പിന്നെ നോമ്പ് തുറന്ന വേറെ ഭക്ഷണമൊന്നും പോകില്ല, എണ്ണക്കടി പിന്നെ അത്ര നല്ലതുമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരൊറ്റ 2 ഐറ്റം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ സമൂസ എല്ലാം ഇത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ സമൂസനെ പൊരിച്ചെടുക്കാമെന്ന് കരുതി. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പരിപ്പോടെ പൊരിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ സമൂസയൊക്കെ അങ്ങോട്ട് കൊടുക്കുക കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മളിതൊക്കെ ഉണ്ടാക്കി വന്നപ്പോഴത്തേനും നമ്മളെ നേരൊക്കെ എല്ലാം കൂടെ പറ്റ കഴുകിയിട്ടുണ്ടായിരുന്നു. ആകെ പെട്ടുപോയി എന്നുള്ള അവസ്ഥയിലായിരുന്നു കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, ചേടാപ്പടിയെന്നുള്ള പണികളൊക്കെ കണ്ട് തീർത്തു നമ്മൾ. പിന്നെ ഇത് നമ്മുടെ സമൂസ ഇങ്ങനെ നമ്മൾ പൊരിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ഗ്രീൻ പീസിൻ്റെ പരിപ്പ് വട, കാരണം പച്ച കളറുണ്ടല്ലോ, അരച്ച നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പക്ഷെ പൊരിച്ച് കഴിഞ്ഞപ്പോൾ അതുകൂടെ ഒരു ബ്രൗൺ കളറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പച്ച സമൂസ പച്ച പരിപ്പ് വട നമ്മളിത് പൊരിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് വന്നിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി കേട്ടോ, കഴിക്കാൻ നല്ല ടേസ്റ്റാണത്. പിന്നെ നമ്മുടെ ചിക്കൻ ഇതേ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ലഗോൺ ബിരിയാണിയും ചിക്കൻ പൊരിച്ചതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ സ്പെഷ്യൽ എന്ന് പറയുന്നത്. പിന്നെ ചിക്കൻ ബിരിയാണി ഫാസിയാത്താൻ്റെതാണ് കേട്ടോ. അങ്ങനെ തന്നെ നമ്മൾ മാങ്ങയ്ക്ക് അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ എല്ലാ ഫ്രൂട്ട്സ് ഐറ്റംസൊക്കെ നമ്മളിത് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നേരം വൈകിയപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചാണ് നമ്മൾ ഇതൊക്കെ സെറ്റാക്കി ഉണ്ടായിരുന്നത് ടേബിളിൽ കേട്ടോ. പിന്നെ നമ്മൾ മാംഗോ ജ്യൂസ് ഉണ്ടായിരുന്നു, പിന്നെ ലൈം ഉണ്ടായിരുന്നു, തൈര് ഉണ്ടായിരുന്നു. തൈര് എടുക്കാൻ കുറച്ച് ലേറ്റായി പോയി. ജ്യൂസ് നോമ്പ് തുറന്നതിന് ശേഷം എല്ലാവരും തൈര് കുടിച്ച് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതേ താഴത്തും നമ്മൾ ഇരിക്കുന്നുണ്ട്. മക്കളൊക്കെ നമ്മൾ താഴത്തിരിക്കാമെന്ന് കരുതി, മറ്റുള്ളവരൊക്കെ ടേബിളിൽ ഇരിക്കാമെന്ന് കരുതി. പിന്നെ മക്കളുടെ കൂടെ ആരെങ്കിലുമൊക്കെ വേണമല്ലോ, അല്ലാന്നുണ്ടെങ്കിൽ ആകതാവും. പിന്നെ ടൈമാണെങ്കിൽ 6:30 മണിയായിട്ടുണ്ട്. കുറച്ച് ടൈം മാത്രമേ ഉള്ളൂ നമുക്കത് സെറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മളുള്ള ടൈം കൊണ്ടൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് ബാങ്ക് കൊടുത്തപ്പോൾ നമ്മളെല്ലാവരും നോമ്പൊക്കെ തുറന്നു. അടിപൊളി നോമ്പ് തുറനായിരുന്നു കേട്ടോ. മക്കളായിട്ട് നല്ല അടിപൊളി തന്നെയായിരുന്നു നമ്മൾ നോമ്പ് തുറ. നല്ല രസം, എന്താ പറയുക, ലമ്മോളുടെ കാട്ടിൽ നല്ല രസമായിരുന്നു എന്തായാലും. പിന്നെ അപ്പോൾ നമ്മൾ എല്ലാവരും നോമ്പൊക്കെ തുറന്നു മാഷാ അല്ലാഹ്. നമ്മൾ ഉണ്ടാക്കാൻ നേരം വൈകി പോയതുകൊണ്ട് തന്നെ എല്ലാം ആ ഒരു എന്താ പറയുക, ആ ഒരു ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു ടൈമിലായിട്ടാണ് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ത്രില്ലായിരുന്നു. പിന്നെ കുറച്ച് പേര് ഇത് ടേബിളായിരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരവിടെ ഇരുന്ന് നമ്മൾ സിമ്പിളായിട്ട് ഇത് താഴ്ത്തി ചെയ്തിട്ടുണ്ടായിരുന്നു. താഴ്ത്തി ചെയ്ത് നോമ്പറക്കണ വേറെ തന്നെ ഒരു ലെവലായിരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും കൂടെ. അതൊക്കെ കഴിഞ്ഞു. നോമ്പ് കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവരും നിസ്കരിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയിട്ട് പള്ളിയിൽ പോയി നിസ്കരിക്കാൻ നമ്മൾ അത് റൂമിൽ പോയി നിസ്കാരമൊക്കെ കഴിച്ചു. അതിന് ശേഷം പിന്നെ ബിരിയാണി
ദമ്മ് പൊട്ടിച്ച്, നമ്മുടെ ഫാസിയാത്താൻ്റെ സ്പെഷ്യൽ ദമ്മ് ബിരിയാണിയാണ്. അപ്പോൾ അത് പൊട്ടിച്ച് പിന്നെ ത്രാവൊക്കെ പോണതിന് മുന്നേ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. അപ്പോൾ അത് നമ്മൾ ചൂടോടെ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു എല്ലാവരും കൂടെ. പിന്നെ അപ്പോൾ അത് പൊട്ടിച്ച് മക്കൾക്കൊക്കെ അതേ നമ്മൾ അടുക്കളയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരവിടെ നിന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചു കേട്ടോ. എപ്പോഴും മക്കൾക്ക് ഒറ്റയ്ക്ക് കൊടുക്കണം ഏറ്റവും നല്ലതാണ്. അത്യാവശ്യം അവർക്ക് ആവശ്യമുള്ള ഫുഡൊക്കെ അവർ വയറ്റിലേക്കാവും. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ വലിയവർക്കുള്ള ഫുഡ് നമ്മൾ ടേബിളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അവരെ ഫുഡ് കഴിക്കാൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനും ഫെബിനീഷ് ഇതേ അടുക്കളയിൽ പോയിരുന്നിട്ട് ഫുഡ് കഴിച്ചിട്ടാണ്. നല്ല അടിപൊളി ഫുഡായിരുന്നു. ഇവിടെ ആകുമ്പോൾ നമ്മൾ മാത്രം നല്ല പോലെ ഇരുന്ന് കഴിക്കാമല്ലോ. അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടെ താഴ്ത്തിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. ലഗോൺ ബിരിയാണിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് ലഗോൺ ബിരിയാണി. അപ്പോൾ അതുതന്നെയായിരുന്നു നമ്മുടെ സ്പെഷ്യൽ. അപ്പോൾ അതൊക്കെ നമ്മൾ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനീ പറയുന്നത് നമ്മുടെ ബിരിയാണീനെ കുറിച്ചുള്ള നല്ല നല്ല കാര്യങ്ങളായിരുന്നു കേട്ടോ. കാരണം അടിപൊളി ബിരിയാണി ആയിരുന്നു. അതിനെക്കുറിച്ച് ഇങ്ങനെ പൊലിമ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. പക്ഷെ നല്ല ചൂടുണ്ടായിരുന്നു. ചിക്കനൊക്കെ നല്ല വേവായിരുന്നു. കാരണം പെട്ടെന്ന് നമ്മുടെ ആ എല്ലുമെന്ന് കിട്ടുന്ന നല്ല നല്ല ഷേപ്പിലുണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നോമ്പ് തുറക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി നമ്മൾ വീടൊക്കെ ക്ലീൻ ചെയ്തു. പിന്നെ തരി കുടിച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാൻ പറയില്ല, നോമ്പ് തുറന്നതിൻ്റെ ശേഷമാണ് തരി കുടിക്കാമെന്ന്. പിന്നെ മടിയായി, ഭക്ഷണം കഴിച്ചപ്പോൾ മടിയായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പിന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. അതിനൊക്കെ എടുക്കാം നേരമായപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് തരി ചൂടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ചൂടുണ്ടായിരുന്നു, കയ്യും പൊള്ളി കേട്ടോ. പിന്നെ അതേ നമ്മൾ മിച്ചം വന്ന കുറച്ച് 4 സമൂസ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്ന് 2 കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ബാലൻസ് ആയി കഴിഞ്ഞാൽ നാളെ നോമ്പല്ലേ വീണ്ടും ബാലൻസ് സംഭവം കേടന്ന് പോകില്ല. അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ചൂടുള്ള തരി ഉണ്ടായിരുന്നു. അപ്പോൾ അത് 2 കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ. ഞാനും കാക്കി ഇമ്മി ഉണ്ടായിരുന്നു, ഞങ്ങൾ 3 കൂടെ ഇരുന്നുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും പോയി കിടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പോൾ അതാ നമ്മൾ നോമ്പൊക്കെ തുറന്നു, പിന്നെ താറ്റാളിനൊക്കെ പോയി എല്ലാവരും കിടന്നിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നോമ്പിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം. ഓക്കെ.